ജീവനക്കാരുടെ ജീവനെടുക്കുന്ന തരത്തിലുള്ള സ്ഥലം മാറ്റങ്ങളും മാനസിക പീഡനങ്ങളും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് FSCTയുടെ നേതൃത്വത്തിൽ പാലക്കാട് കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. അന്യായമായ സ്ഥലമാറ്റങ്ങൾക്ക് ഉത്തരവാദികളായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. സെക്രട്ടേറിയറ്റിലേക്കും വിവിധ ജില്ലാ കളക്ടറേറ്റുകളിലേക്കും FSCTO സംഘടിപ്പിച്ച പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് പാലക്കാടും മാർച്ച് നടത്തിയത്. കാസർഗോഡ് കളക്ടറേറ്റ് ജീവനക്കാരി ആശാലത സ്ഥലമാറ്റത്തെയും മാനസിക പീഡനത്തെയും തുടർന്ന് ജീവനൊടുക്കിയ സംഭവവും ആരോഗ്യവകുപ്പ് ജീവനക്കാരി ദീപാലേഖ കുഴഞ്ഞു വീണു മരിച്ച സംഭവവും ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. IMA ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് സിവിൽ സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. ഒറ്റപ്പാലം MLA K പ്രേംകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ജനവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ നിലപാടുകളെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റായി കേരളത്തിലെ UDF ഗവൺമെന്റ് മാറുകയാണ്. ഏപ്രിൽ മാസം 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മെയ് മാസം 4-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നത്. 4-ന് റിസൾട്ട് വന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ 10 ദിവസം എടുത്തു കേരളത്തിൽ. അത് LDF ഉണ്ടാക്കിയ തർക്കമല്ല. 102 സീറ്റ് നേടിയ ഒരു മുന്നണിക്ക് ആ മുന്നണിയെ നയിക്കേണ്ടത് ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കാൻ 10 ദിവസം എടുത്തു. വകുപ്പ് മന്ത്രിമാരെ തുടർന്നാണ് തീരുമാനിക്കുന്നത്. എന്നാൽ റിസൾട്ട് വന്നതിന്റെ 4-ാം ദിവസം മെയ് മാസം 8-ാം തീയതി NGO അസോസിയേഷന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് നൽകിയ കത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് IAS ഉദ്യോഗസ്ഥൻ ഒപ്പിട്ട് സ്ഥലം മാറ്റ ഉത്തരവ് പുറപ്പെടുവിക്കുന്ന നാടായി നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വിധം അപമാനകരമായ നിലപാടിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോയി. ആരാണ് ഇതിന്റെ ഉത്തരവാദി? ഇപ്പൊ പറയുകയാണ് മെയ് മാസം 18-ന് മന്ത്രിസഭ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തു, അതിനുശേഷമുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ ഉത്തരവാദിത്തമുള്ളൂ എന്നാണ്. മെയ് 4-ന് ഗവൺമെന്റ് ഒഴിഞ്ഞതാണ്. 10 വർഷമായി കേരളത്തിൽ അധികാരത്തിലിരുന്ന ഗവൺമെന്റ് മെയ് മാസം 4-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന അന്ന് സർക്കാർ ഒഴിവായതാണ്, രാജിവെച്ചതാണ്. ആര് ഉത്തരവ് നൽകി? എന്താണ് ഉത്തരവിന്റെ അടിസ്ഥാനം? അത് ഉദ്യോഗസ്ഥന് പറ്റിയ തെറ്റാണെങ്കിൽ ആ ഉദ്യോഗസ്ഥനെതിരെ ഗവൺമെന്റ് നടപടിയെടുത്തോ? എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചോ? FSCTO ജില്ലാ പ്രസിഡന്റ് K അജില അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മേരി സിൽവസ്റ്റർ, KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സയ്യിദലവി, PSCEU ജില്ലാ സെക്രട്ടറി രമേശ് എന്നിവർ സംസാരിച്ചു. FSCTO ജില്ലാ സെക്രട്ടറി K മഹേഷ് സ്വാഗതവും KGOA ജില്ലാ സെക്രട്ടറി R സാജൻ നന്ദിയും പറഞ്ഞു. വിവിധ സർവീസ് സംഘടനാ നേതാക്കളും ജീവനക്കാരും മാർച്ചിൽ പങ്കെടുത്തു. UTV ന്യൂസ് പാലക്കാട്.